ഇന്നേ നമുക്ക് എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ടിന് മുന്നേ ഒരു ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ വിചാരിക്കുമായിരിക്കും സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യണോ ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യണോ എങ്ങനെയാണെന്നുള്ളത്. സോ ഇന്ന് എൻ്റെ കൂടെ ഫുട്ബോളേഴ്സ് ഉണ്ട്, അവർ വെച്ചിട്ടൊരു ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ് നമുക്ക് നോക്കുന്നത്, പ്രീ വർക്കൗട്ട് ഡൈനാമിക് സ്ട്രെച്ചിങ്. സോ അത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ യു ക്യാൻ യൂസ് ദാറ്റ് ബിഫോർ യുവർ വർക്കൗട്ട്സ്. Hello everyone, welcome back to my channel. I am Arun Thampi, an internationally certified personal fitness trainer with a background of wrestling and football. ഓക്കെ, നമുക്ക് ഇന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് സ്ട്രെച്ചിങ് എങ്ങനെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഫുട്ബോളേഴ്സാണ്, നമ്മുടെ കൂടുതൽ ഫുട്ബോളേഴ്സാണ് ട്രെയിൻ ചെയ്യുന്നത്. സോ എൻ്റെ സ്റ്റുഡൻസ് ആണ്. സോ നമുക്കിവിടെ അഭിലാഷ് ഉണ്ട്, അഭിഷേക് ഉണ്ട്, കൃഷ്ണ ഉണ്ട്, ശ്രീദേവ് ഉണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് ഡൈനാമിക് സ്ട്രെച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് റൺ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ കൈ ലൂസാക്കി പോവുക. ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് അതെ, ആൻഡ് ദെൻ അവിടെ നിന്ന് എത്തിയിട്ട് തിരിച്ച് ജോഗ് ബാക്ക് അഗൈൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പുൾ ക്വാഡ് എന്ന സ്ട്രെച്ചാണ്. നമ്മൾ ഒരു കാല് ബാക്കി വെച്ച് പുൾ ചെയ്യുക, അപ്പോൾ ക്വാഡ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. ദെൻ വാക്ക് ചെയ്യുക, നെക്സ്റ്റ് കാല് എടുക്കുക, അഗൈൻ പുൾ ചെയ്യുക, ബാക്കിലോട്ട് വാക്ക് ചെയ്യുക, അഗൈൻ നെക്സ്റ്റ് കാലം എടുക്കുക, പുള്ള് ചെയ്യുക, ബാക്ക് ചെയ്യുക. അപ്പോൾ അവരിപ്പോൾ കാണിക്കും. 1 2 3 4 5 6 7 8 9 10 ജോഗ് ആൻഡ് കം ബാക്ക്. ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നീ ടു ചെസ്റ്റ് ആണ്. സോ നീ ടു ചെസ്റ്റ് ചെയ്യുക, നിങ്ങൾ നീ ടു ചെസ്റ്റ് ചെയ്യുക, ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് നടക്കുക. ആഫ്റ്റർ ദാറ്റ് ജോഗ് ആൻഡ് കം ബാക്ക്. സ്റ്റാർട്ട്. 1 സ്പീഡിൽ പോട്ടെ, 2 നീ ടു ചെസ്റ്റ് നല്ലോണം വലിച്ചിട്ട്, 3 നീ ടു ചെസ്റ്റ്, 4 5 6 7 8 9 10 ഗോ. ജോഗ് ആൻഡ് കം ബാക്ക്. ഓടിവാ. Again, that's good. Same then a hip opener. Side 1 turn, 2 again turn, 3 side again, 4 turn, അങ്ങനെ. Again start. 1 2 3 super, 4 5 6 7 8 9 and 10 jog back. എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇൻസൈഡ് ചെയ്ത പോലെ തന്നെ ഓപ്പൺ സ്ട്രെച്ച് ചെയ്യുക, ഔട്ട് ചെയ്യുക, ഓപ്പൺ സ്ട്രെച്ച് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് എടുക്കുക, ഓപ്പൺ സ്ട്രെച്ച് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് എടുക്കുക. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 and then jog back. നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഫ്രാങ്കിൻസ്റ്റൈൻ ആണ്. ബേസിക്കലി ഹാംസ്ട്രിങ് സ്ട്രെച്ച് ആണ്. നമ്മൾ വാക്ക് ചെയ്തുകൊണ്ട് 1 ലെഗ് കിക്ക് ചെയ്തുകൊണ്ട് വാക്ക് ചെയ്യുക. ഇതാണ് ആ എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഹാംസ്ട്രിങ് നന്നായിട്ട് സ്ട്രെച്ച് ആവും. ഓക്കെ, റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 and ജോഗ് ബാക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വാക്കിംഗ് ലഞ്ചസ് ആണ്. നമ്മൾ വാക്ക് ചെയ്തുകൊണ്ട് ഓരോ കാലം ലഞ്ചസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്തു, ദെൻ യു വാക്ക്, അഗെയിൻ ഗോ ആൻഡ് ലെഫ്റ്റ് ചെയ്തു, ഇങ്ങനെ വാക്ക് ചെയ്യുക. ഇതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 and 10 then go back. So ഇതാണ് ഡൈനാമിക് പ്രീ വർക്കൗട്ട് വാമപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. ഞാനിപ്പോൾ ഫുട്ബോളേഴ്സിനാണ് ട്രെയിൻ ചെയ്തത്. സോ ഇത് പിന്നെ ഫുട്ബോളേഴ്സിനെ മാത്രമൊന്നുമല്ല, എനി സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന മുന്നെയോ കളിക്കും മുന്നോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ വർക്കൗട്ട് ചെയ്യും മുന്നേ കുറച്ച് സ്പേസ് മതി. സോ യു ക്യാൻ ഡു ദാറ്റ്. അങ്ങനെ ചെയ്ത് ഡൈനാമിക് ആയിട്ട് വാമപ്പ് ആവും. സോ ഇതാണ് ഡൈനാമിക് പ്രീ വർക്കൗട്ട് വാമപ്പ്. ഓക്കെ, like, share, subscribe for more videos. Bye.